എപ്പോഴാ വന്നേ? കുടിക്കാൻ എന്തെങ്കിലും? എടാ ഗോപാലേ, ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ? എനിക്ക് തനിയെ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താടാ ഭാഷയെന്ന് വെച്ചാൽ വല്ല ബാദുഷയാണെന്നാണ് നിന്റെ വിചാരം? ആന്റണിയെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം. രാഷ്ട്രീയക്കാരില്ല അവന്റെ കയ്യില. അവനെ എതിർത്താൽ അവന്റെ പെറ്റമ്മയായാലും അവൻ കൊന്നുകളയും. തെറ്റായ ഒരു സ്ഥലത്താണ് ജോലി എന്നാണ് നീ നോക്കുന്നത്. ഒന്നുമില്ല, അനാഥനായി മുംബൈയിൽ വന്നപ്പോൾ എന്നെയാണ് അവൻ സംരക്ഷിച്ചത്. എനിക്ക് ജോലി തന്നു, കിടക്കാൻ ഇടം തന്നു, അവന്റെ ആഹാരം കഴിച്ചു. എന്തായാലും അവൻ എന്റെ മുതലാളിയാണ്. എന്റെ മുതലാളി എതിർക്കുന്നവൻ ആരായാലും ഞാൻ വെറുതെ ഇരിക്കില്ല. ആന്റണി എതിർക്കുന്ന നിർത്ത്. എന്താ പറയുന്നത്? നൂറ് വർഷം നീ നന്നായിട്ടിരിക്കണം മോനെ. സാർ, ഭാഷ സമ്മതിച്ചോ? ഡ്രൈവർ വണ്ടി എടുക്ക. यस, होम मिनिस्टर दलवे बोल रहा हूँ। ठीक है एंटोनी। यस सर, बादशाह आ रहे हैं सर। कौन? मानिक बादशाह? हाँ। उसे अंदर भेजो। ठीक है सर। प्लीज सिट डाउन। നോ 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 നോ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരിടത്തും കൊള്ളടിച്ചിട്ടില്ല, കുടിയിലേക്ക് തീ വച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും പീഡിപ്പിച്ചിട്ടില്ല, ഒരുത്തരെയും ശല്യപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ആന്റണി. അവനെ ഇന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കാക്കിയുടുപ്പിട്ട് ചെയ്യേണ്ട ജോലി ഞാൻ കാക്കിയുടുപ്പിടാതെ ചെയ്യുകയാണ്. എൻ്റെ അടുത്തുള്ള കാശ് പാവപ്പെട്ട ജനങ്ങളുടെ അല്ല, നല്ലവരുടെ അല്ല, ദുഷ്ടന്മാരുടെയാ. നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്ത് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല, അവരോട് തട്ടിപ്പറിച്ച കാശാ. അതായത് കൊണ്ട് കാശ് കണ്ടോ? ഭാഷ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഭാഷ മെഡിക്കൽ ട്രസ്റ്റ്, ഭാഷ ഹൗസിംഗ് ട്രസ്റ്റ്, ഭാഷ പീപ്പിൾ വെൽഫെയർ ട്രസ്റ്റ്, ഇതൊക്കെ ജനങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങൾ ആന്റണി കണ്ട് പേടിക്കുന്നത് അയാളുടെ അന്തസ് കണ്ട് പേടിക്കുക, അയാളുടെ രാഷ്ട്രീയ ബലം കണ്ട് പേടിക്കുകയാണ്. ഈ ഭാഷയ്ക്ക് പേടിയില്ല, ഒരൊറ്റ പേടിയാ ദൈവത്തിന്. ഇതിനോട് ചോദിച്ചാലേ ജോലി ചെയ്യുന്നത്. ഇതിനോട് ചോദിച്ചാ നിങ്ങൾ തന്നെ ഇപ്പൊ തീരുമാനിച്ചു, ആന്റണിക്കാണോ ഭാഷയ്ക്കാണോ ആർക്കാ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നേ? രാവണനാണോ രാമനാണോ? ഓക്കെ, ബൈ ബൈ. അവിടെയല്ല, ഇവിടെയാ. ജോലി മോക്ക് കഴിക്കാൻ കൊടുക്ക. ചെല്ല. എന്താ രാമചന്ദ്ര? പോലീസ് പിടിച്ചു വെച്ച ഭാഷയുടെ ആൾക്കാരെല്ലാം പുറത്തു നിൽപ്പുണ്ട്. എങ്ങനെ? ഇപ്പൊ പോലീസ് ഭാഷയുടെ കൂടെയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ബോംബെയിലുള്ള എല്ലാ ഡോൺസിനെയും വിളിക്കേ. ഇന്ന് തന്നെ വിളിക്കണം. ഓക്കെ സാർ. ഭാഷയും കൂടെ ചേർത്ത്, അതായത് നിങ്ങളുടെ മകനെ കൂടി. നിനക്കറിയാമോ ഭാഷ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കണ്ടു നിൽക്കുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും. നമ്മൾ തമ്മിലൊരു സംഘർഷം ഉണ്ടായാൽ അതുകൊണ്ടുള്ള ലാഭം പോലീസുകാർക്കാണ്. നമ്മൾ തമ്മിൽ തല്ലിച്ചാകാനാണ് അവർ കാത്തിരിക്കുന്നത്. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. ഇനി മുതൽ ഭാഷയും ആനണിയും തമ്മിൽ ശത്രുക്കളല്ല, നല്ല മിത്രങ്ങൾ. നിന്റെ ബിസിനസ്സിൽ ഞാൻ കൈകടത്തില്ല, അതുപോലെ എന്റെ ബിസിനസ്സിൽ നീയും കൈകടത്തരുത്. ഇത് നിനക്കും നല്ലത്, എനിക്കും നല്ലത്, നമുക്കെല്ലാവർക്കും നല്ലതാ. ഞാൻ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ വേണ്ടിയല്ല ഇതിന് ഇറങ്ങിയത്, നിന്നെ തീർക്കാൻ വേണ്ടിയാണ് ഈ തൊഴിലിന് വന്നത്. ഇവിടെ വച്ച് പറയുകയാണ്, നീ ചെയ്യുന്ന തൊഴിലൊക്കെ നിർത്തിയിട്ട് അൻവറിന്റെ കുഴിമാടത്തിൽ വന്ന് മുട്ടുകുത്തി ക്ഷമ ചോദിച്ച് പോലീസിൽ സറണ്ടർ ആകുക, അല്ലെങ്കിൽ ആരും കാണാത്തടുത്ത് ഓടിപ്പോയേക്ക്. നിന്നെ ഞാൻ വിട്ടേക്കാം.
ഈ രാഷ്ട്രീയ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ലുക്ക് ഹിയർ, ഞാൻ എല്ലാവരോടായി പറയുന്നു, നിങ്ങൾ ആന്റണിയെ പേടിച്ച് അവനുമായി കൂട്ടു ബിസിനസ് നടത്തുന്നു. മനസാക്ഷിയെ പണയപ്പെടുത്തി നിങ്ങൾ ജോലി ചെയ്യുന്നു. നിങ്ങൾ ആന്റണിയെ കണ്ട് പേടിക്കണ്ട. ഈ ഭാഷയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ. ഞാൻ രക്ഷിക്കാം, ദൈവം രക്ഷിക്കും. എല്ലാവർക്കും അറിയാലോ അല്ലേ, ഈ ഭാഷ ഒരു വാക്ക് പറഞ്ഞാൽ അത് 100 വാക്കിന് സമമായിരിക്കും. കേശവ, കേശവ, ഭാഷയെ നോക്ക് വീരനായി നടക്കുന്നവൻ പടനടുങ്ങും നേരമിത്. കോട്ടുസൂട്ടുമിട്ട് കൊണ്ട് ചീറ്റപ്പുലി പോലെ പായും, കത്തിയെരിയും അഗ്നി പോലെ ചുട്ടെരിക്കും തീവ്രനോട്ടം. ചോര നീരിൽ വാർത്തെടുത്ത സാമ്രാജ്യത്തിൻ തലവനാണടാ ഇവൻ. കാത്തിരുന്നു പകപോക്കും ധീരനല്ലയോ ഇവൻ. പേര് കേട്ടാൽ വിറച്ചിടുന്നു നാട് മുഴുവനും. ഭാഷാഭായ്, ആന്റണിയുടെ സർവാധികാരത്തെയും അക്രമത്തെയും താങ്ങാൻ കഴിയാതെ ഇവനെ എതിർക്കാൻ ആരെങ്കിലും വരില്ലയോ എന്ന് കരുതി ജനങ്ങൾ ഏങ്ങിക്കഴിയുകയായിരുന്നു. നിങ്ങളെ സാക്ഷാൽ ദൈവം അയച്ചതാണെന്ന് അവർ വിശ്വസിക്കുന്നത്. മുഖസ്തുതി പറയുന്നവരെ ഈ ഭാഷയ്ക്ക് ഇഷ്ടമല്ല. ഒരുത്തനെ വെറുതെ അങ്ങ് മണിയടിച്ച് കൊല്ലാൻ നോക്കരുത്. മോശമായ വല്ല കാര്യമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. നല്ല കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പുറകിൽ പോയി പറയണം. അല്ല, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മദിനമല്ലേ? നിങ്ങൾ ഇതുവരെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാതെ ഒബ്രോയ് ഹോട്ടലിൽ വലിയൊരു ഹാള് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാ ബുക്ക് ചെയ്ത്? ഈ തരികിടയൊന്നും ഇവിടെ നടക്കുകയല്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ കേശവൻ സാറിന്റെ ഒരു ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. ഭാഷാഭായ്, ശരി, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തു വേണ്ട, ഇവിടെ തന്നെ മതി. അതിന് കേശവൻ എന്ത് പറയുന്നു? എവിടെയായിരുന്നാലും എന്താ, നിങ്ങളുടെ ജന്മദിനം നന്നായി ആഘോഷിക്കണം, അതാ എനിക്ക് വേണ്ടത്. ഇവിടെ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ സമ്മതിച്ചില്ലേ, എനിക്കത് മതി. കേമാക്കല്ലേ നമ്മള്. വളരെ നന്ദിയുണ്ട്. മാണിക്യം, ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഭയം. ജീവിതത്തിൽ ഭയമുണ്ടാകണം, പക്ഷെ ഭയം തന്നെ ജീവിതമാകരുത്. എന്നോട് ക്ഷമിക്കണം ഭാഷാഭായ്. ആ ആന്റണി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തത്. ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കും പ്ലീസ്. എപ്പോ നീ എന്നെ മണിയടിക്കാൻ ആരംഭിച്ചോ അപ്പോ എനിക്ക് മനസ്സിലായി നീ എന്റെ മുതുകിൽ തന്നെ കുത്തുമെന്ന. ഈ ഭാഷ ആടിപ്പാടി നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോഴേ നീ മനസ്സിലാക്കേണ്ട നിന്റെ സൂത്രം എനിക്ക് മനസ്സിലായിരുന്നു. ഓ, ആന്റണിയുടെ അടുത്തെങ്കിലും നീ സത്യസന്ധമായിട്ടിരിക്കേ. സാർ, എന്നൊന്നും ചെയ്യില്ലല്ലോ. ഓ, ഞാൻ ഈ ഭാഷ ഒരു വാക്ക് പറഞ്ഞാൽ അത് 100 വാക്കിന് സമമായിരിക്കും. അറിയാം സാർ, അറിയാം. ഭാഷയുടെ ജീവൻ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവന്റെ കാല് നോക്കി വന്നിരിക്കുന്നു. ഇഡിയറ്റ്! ഇനി നിങ്ങളെ ആരെയും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. അവനെ ഞാൻ തന്നെ തീർത്തോളാം. അതെ.